Can Canada challenge the world? Group B, Canada, Bosnia, Switzerland and Qatar. ഇപ്പോൾ കാനഡ ഹോസ്റ്റ് ചെയ്യുമ്പോൾ എക്സ്പെഷ്യലി അത് കനേഡിയൻ നാഷണൽ ടീമിന് വളരെ വലിയൊരു സപ്പോർട്ടായിരിക്കും. അതുപോലെ തന്നെ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കാനഡിയൻ ടീം ഓവർ ദ ഇയേഴ്സ്. അവരുടെ ഒരു മേ ബി എ ഗോൾഡൻ ജനറേഷൻ വി ക്യാൻ സേ. അതായത് ലോട്ട് ഓഫ് പ്ലേയേഴ്സ് കനഡിയൻ ലീഗിന് പുറത്തും അമേരിക്കയിൽ കളിക്കുന്ന പ്ലേയേഴ്സ്, ഒരുപാട് പ്ലേയേഴ്സ് യൂറോപ്പിൽ ടോപ്പ് 5 ലീഗ്സിൽ കളിക്കുന്നുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നെയിമാണ് അൽഫോൺസോ ഡേവിസ് എന്ന പ്ലെയർ. ഇപ്പോൾ കറൻ്റ്ലി അദ്ദേഹം ഇൻജോർഡാണ്. കനഡിയൻ ഫുട്ബോളിൻ്റെ ഈ വേൾഡ് കപ്പിലെ പെർഫോമൻസ് ഈസ് ഫോർ മീ ഈസ് 70% അപ്പോൺ ഡിപ്പെൻഡിങ് അപ്പോൺ അൽഫോൺസോ ഡേവിസ് ആണ്. കാരണം അവരുടെ ഒരു ഗെയിം സ്റ്റൈൽ തന്നെ ഡേവിസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. He plays more like a winger than a left back when you go to the national team. So his presence is going to make a lot of difference. But it's not just Alphonso Davies. For example, Juventus കളിക്കുന്ന Jonathan David. So they have a bunch of players and they have a brilliant coach. So അതും ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ജെസെ മാർച്ച് എന്നുള്ള കോച്ച് ഈസ് എ ബിഗ് ഫാക്ടർ ഫോർ ദർ ടീം. പുള്ളി വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കോച്ചാണ്. ഒരു അമേരിക്കൻ ബോൺ കോച്ചാണ്. ഭയങ്കര ഹൈ പ്രസ്സിങ് കളിക്കുന്ന ഒരു കോച്ചാണ്. എക്സ്പെഷ്യലി ലീഡ്സ് യുണൈറ്റഡ് നമുക്കറിയാം, ബിഎൽസിനെ സാക്ക് ചെയ്തിട്ട് സ്ട്രൈറ്റ് അവേ അവർ ആ സെയിം ഫിലോസഫി മാച്ച് ചെയ്യുന്ന ഒരു മാനേജറെ കൂടുന്നത് ജെസ്സി മാർഷയാണ്. ഒരു ബ്രേക്ക് ഔട്ട് ആയിട്ട് വരാൻ പോകുന്ന ഒരു പ്ലെയർ ആയിരിക്കും ഇസ്മായിൽ കോനെ. സീരിയയിലെ സസോളെ കളിക്കുന്ന പ്ലെയറാണ്. മേ ബി ഒരു വേൾഡ് കപ്പിന് ശേഷം മെനി ടോപ്പ് 5 യൂറോപ്യൻ ബിഗ് ക്ലബ്സ് പുള്ളിനെ ടാർഗറ്റ് ചെയ്യാൻ ചാൻസ്. He's the one to watch. നെക്സ്റ്റ് ടീം എന്ന് പറയുമ്പോൾ ഈ ലോകകപ്പ് ക്വാളിഫയിങ്ങിലെ ഏറ്റവും വലിയ അട്ടിമറി നടത്തിയൊരു ടീമാണ്. 4 ടൈം വേൾഡ് ചാമ്പ്യൻസായ ഇറ്റലിയെ തോൽപ്പിച്ചുകൊണ്ട് 2014 ശേഷം വീണ്ടും ബോസ്നിയ ഒരു ലോകകപ്പിന് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, you would have seen that game against Italy. Italy was playing with one player less, but still I could see there was a lot of talent in the Bosnia team. Like Zeko was a standout player. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലെയർ Zeko ആണ്. But I don't think their team is not just based on Zeko. Zeko is 39 years old, so his experience is going to be vital. But there are other players we think are going to be making more impact in the World Cup, and that is one team like we are eager to watch in the World Cup. ഇപ്പോൾ ലാസ്റ്റ് ആ ക്വാളിഫയിങ് മാച്ച് മാത്രം നോക്കി കഴിഞ്ഞാൽ ഇറ്റലിക്കെതിരെ 2 പ്ലെയേഴ്സാണ് കളിയുടെ ടോട്ടൽ സിനാരിയോ തന്നെ മാറ്റിയത്. ഒന്ന് റൈറ്റ് വിങ്ങിൽ കളിച്ചിരുന്ന 21 ഇയർ ഓൾഡ് എസ്മീർ ബറാക്ടറവിച്ച് എന്ന് പറഞ്ഞ പ്ലെയർ. പുള്ളിപ്പോൾ PSV എന്തോന്നിൽ കളിക്കുന്നു. ലെഫ്റ്റ് വിങ്ങിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന് അസിസ്റ്റ് ചെയ്ത പ്ലെയർ ഉണ്ടായിരുന്നു, പേരാണ് കരീം അലക്ബാനോവിച്ച്. So basically those two wingers were making a lot of difference throughout the game. Take-ons ആണെങ്കിലും like they were the complete difference in that game if you ever have seen that game. ലോട്ട് ഓഫ് മിക്സ്ചർ ഓഫ് യങ്സ്റ്റേഴ്സ്, പ്രോമിസിങ് യങ്സ്റ്റേഴ്സും അതുപോലെ തന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ജെക്കോ കൊലാസിനാച്ച് പോലത്തെ പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് ഐ തിങ്ക് ദേ ക്യാൻ ഗൈഡ് ദം വെരി വെൽ. The next team that we are going to discuss about is Switzerland. Switzerland കുറിച്ച് പറയുമ്പോൾ we always think about Shaqiri. He is retired now, but Embolo or Xhaka, like as soon as the World Cup or any major European competition comes up, these players pop up from somewhere. So Switzerland is a very exciting team in terms of their representation in all the World Cup, World Cup, like all World Cup tournaments they are there. ഈ സ്വിറ്റ്സർലൻഡ് പോലത്തെ ടീമുകളുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ദേ ആർ നോട്ട് ഈസി ടു ബ്രേക്ക് ഡൗൺ. ഓപ്പോസിഷൻ അത്ര പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല. അത്രയും ഭയങ്കര ടാക്ടിക്കലി ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടുള്ള ടീമുകളാണ് സ്വിറ്റ്സർലൻഡ് പോലത്തെ ടീമാണ്. They know how to manage games. Yes. Like, especially the tournaments, the World Cups or competitive tournaments. And lot of players are playing in Bundesliga and European top 5 leagues കളിക്കുന്നുണ്ട്. അക്കാഞ്ചി, ഷാക്ക still playing for yesterday also I saw him Sunderland. സ്വിറ്റ്സർലൻഡ് ടീമിലെ ഞാൻ ഏറ്റവും കൂടുതൽ സ്വിറ്റ്സർലൻഡിൽ ഈ വേൾഡ് കപ്പിൽ ബ്രേക്ക് ഔട്ട് ആവുന്ന എനിക്ക് തോന്നുന്ന ഒരു പ്ലെയർ യോഹാൻ മൻസാമി എന്ന് പറഞ്ഞ പ്ലെയറാണ്. പുള്ളിക്കാരൻ കളിക്കുന്നത് ബുണ്ടസ്ലീഗയിലെ SC ഫ്രൈബർഗിനുണ്ട്. ഫ്രൈബർഗ് ഓൾറെഡി ഇപ്പോൾ യൂറോപ്പ ലീഗ് ഫൈനലിൽ ക്വാളിഫൈ ചെയ്തു. ഭയങ്കര ഈ മൻസാമിയുടെ പെർഫോമൻസ് ഇസ് വെരി ഹൈലി റേറ്റഡ്. സോ ദിസ് മേ ബി ദ വേൾഡ് കപ്പ് he can also show his abilities to the world and attract a lot of big clubs. So very exciting player. Looking forward to him. Yeah. So this is about Switzerland. Switzerland is it's like a team that's always in the World Cup. That kind of a team. The next team is like, for me, they hosted one of the greatest World Cup ever. I'm talking about Qatar. Because Argentina won the World Cup. That's a factor also, but I'm an Argentina fan. But ഖത്തർ അതിനുശേഷം ക്വാളിഫൈ ചെയ്ത് വരുന്ന വേൾഡ് കപ്പാണ്. ഇപ്പോൾ ഖത്തർ പറയുകയാണെങ്കിൽ ലാസ്റ്റ് വേൾഡ് കപ്പിൽ അവരുടെ സ്വന്തം കാണികളുടെ മുമ്പിൽ കുറച്ച് നിരാശപ്പെടുത്തിയെങ്കിലും ഇത്തവണ അവർ വരുമ്പോൾ അവർക്ക് എനിക്ക് അവരുടെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഫാക്ടറായി തോന്നുന്ന അവരുടെ മാനേജറാണ് ജുലൻ ലോപ്പറ്റേക്ക്. അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു
എലൈറ്റ് ലെവൽ കോച്ചിന്മാരിൽ ഒരാളാണ് അദ്ദേഹം. വലിയ ബിഗ് ക്ലബ്ബസ് ഒക്കെ മാനേജ് ചെയ്തിട്ടുണ്ട്. ടീം വെച്ച് നോക്കുമ്പോൾ 2022 വേൾഡ് കപ്പിൽ നിന്ന് വരുമ്പോൾ ഇത്തവണ കൊണ്ട് വരുമ്പോൾ ദർ ആർ നോട്ട് മച്ച് ചേഞ്ചസ്. ഓൾമോസ്റ്റ് സിമിലർ സ്കോഡ് തന്നെയാണ്. വൺ പ്ലെയർ ടു വാച്ച് ഔട്ട് ഫോർ എന്ന് പറഞ്ഞാൽ അഗെയിൻ സെയിം പ്ലെയർസ് ലാസ്റ്റ് ടൈം അറൗണ്ട് അക്രം അഫീഫാണ്. ഓൾറെഡി ഖത്തർ സൂപ്പർ ലീഗിൽ നല്ല പെർഫോമൻസ് ആണ്. നാഷണൽ ടീമിന് വരുമ്പോഴും ഈസ് എ സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ. From the Group B, we feel again Switzerland because of the experience they have in the World Cup and the European competition. I think they are going to top the group stage, and then Canada will be second. Yeah, because of I think the home support may help them. So they have good chances to go through the group. And But I think Bosnia will be the underdogs. Yeah. Maybe the Difference result. maker. Difference maker. Maybe the result will go the either way. But let's see. and we hope Bosnia also goes through a best third place. Place team. Yeah. And Qatar will be the fourth team.